എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കോലാഹലങ്ങളെക്കുറിച്ചാണ്. എല്ലാവർക്കും പ്രധാനമായി പറയാനുള്ളത് ഒരു നിമിഷപ്രിയയെക്കുറിച്ചാണ്. ഒരു ദിവസം ഒത്തിരി വീഡിയോകളാണ് ഈ നിമിഷപ്രിയയെക്കുറിച്ച് വരുന്ന വീഡിയോകൾ. ഇതിൽ എത്ര കണ്ട് സത്യവും അസത്യവും ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്തൊരു രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇതുകൊണ്ട് എന്താണ് നേട്ടമെന്നും മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല. ആരായാലും ഒരു മൊബൈലും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണേൽ ഇങ്ങോട്ട് സംസാരിക്കാമെന്നുള്ളൊരു ലെവലായിപ്പോയി. ഇതൊക്കെ കേട്ടിട്ട് ചിലവരുടെ കമൻസുകൾ കേൾക്കുമ്പോൾ അതും ദുഃഖം തോന്നും. യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള കമൻസുകളാണ് ഇടുക. ഒരു മഹാൻ ചോദിക്കുന്നത്, കാന്തപുരം സാഹിബിൻ്റെ കുടുംബത്തിലാണ് ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഈ നിമിഷപ്രിയയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ കാന്തപുരം സാഹിബ് അത് ക്ഷമിക്കുമോ, ഇങ്ങനെ ചെയ്യുമോ എന്ന്. എന്തൊരു ബാലിശമായ കമൻസുകളാണ്. അതായത് ഒരാൾ തെറ്റ് ചെയ്തെന്ന് കരുതുക, തെറ്റ് ചെയ്തു എന്നുള്ള ആ തെറ്റ് ചെയ്ത വ്യക്തി സ്വയം പറയാണ്, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം, ഞാനതിൽ ഖേദിക്കുന്നു എന്നൊക്കെ അവരൊരു പശ്ചാത്താപ മനോഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു ഒരു മാപ്പ് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇനി പലരും ശിക്ഷ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ തെറ്റ് ചെയ്ത് തന്നെയാണോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ ചിലർ പറയുന്നു അവർ തെറ്റ് ചെയ്തു, ചിലർ പറയുന്നു അവർ പൈശാചികമായി ആ യമൻ പൗരനെ കൊന്നു, ചിലർ പറയുന്നു നിമിഷപ്രിയ ഈ യമൻ പൗരനെ വിവാഹം ചെയ്തു ലീഗലായി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒന്ന് നമുക്ക് മനസ്സിലാകാം, നിമിഷപ്രിയ ഇപ്പോൾ വർഷങ്ങളായി ജയിലിൽ കഴിയുകയാണ്. ഇതിലേറ്റവും ഇപ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, നമ്മുടെ ഹോം അഫയേഴ്സ് പിന്നെ ഫോറിൻ മിനിസ്ട്രി ഒക്കെ ചേർന്ന് ആത്മാർത്ഥമായി ഇതിനെക്കുറിച്ച് വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയാണ്. അവർക്ക് മാപ്പ് കിട്ടുകയാണെങ്കിൽ അത് അവരെ അതിനുള്ള സഹായ സഹകരണങ്ങൾ നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കൂട്ടരുണ്ടും. അതിൽ വളരെ പ്രധാനമായി നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഈ കാന്തപുരം സാഹിബാണ്. അദ്ദേഹവും ഈ പ്രായത്തിലും അവിടെയുള്ളവരുമായി ബന്ധപ്പെട്ട് ഇവരുടെ മോചനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മറക്കാൻ പറ്റുന്ന ഒന്നല്ല, അത് പ്രശംസിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹം ഇതിനിറങ്ങി തിരിച്ചപ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കാൻ ഒരു കൂട്ടർ, അതാണ് സഹിക്കാൻ വയ്യാത്തത്. എനിവേ, നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ കിട്ടട്ടെ. ഇനി അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവർ പശ്ചാത്തപിക്കണം, പശ്ചാത്താപ മനോഭാവം ഉണ്ടാകണം. ഇനി അവരെ ആരൊക്കെ ട്രൈ ചെയ്താലും അവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ എന്ത് ചെയ്തെന്ന് അവർക്കറിയാൻ പറ്റും. അതിനുള്ള അവർ നല്ലതാണ് ചെയ്തെങ്കിൽ അവർക്ക് നല്ലത് ഭവിക്കും. അത് മോശമാണ് അവർ ചെയ്തെങ്കിൽ അതിൻ്റെ ഫലവും അവർക്ക് ലഭിക്കും. അതിന്
ഒരു മൂന്നാമതൊരാൾ വേണമെന്നത് കോടതിയോ ജഡ്ജിമെൻറ്റോ ഒന്നും ആവശ്യമില്ലെങ്കിലും ഓരോ വ്യക്തികളും ചെയ്യുന്നതിൻ്റെ ഫലം അവർ ഈ ഭൂമിയിൽ അനുഭവിച്ച് തന്നെയാകണം. അതിന് യാതൊരു ഡൗട്ടുമില്ല. ഇതിൽ ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറിലും നമുക്ക് കിട്ടുന്ന ഓരോ സന്ദേശങ്ങളും പലരിൽ നിന്നും കിട്ടുന്നതും ഒന്നും അതിൽ 90% ഫേക്കാണ്. അതിൽ വാസ്തവങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല. കാരണം പല കോണിൽ നിന്നും പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്കറിയാൻ പറ്റുന്നത്. എവരി ടോട്ടൽ കൺഫ്യൂസ് ചെയ്യുകയാണ്. എന്നാൽ ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക, ഇന്നത്തെ ഈ അഡ്വാൻസ് ലോകത്ത് ഇപ്പോൾ നിമിഷപ്രിയയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് കേരളത്തിൽ നിന്നുമാണ്. ഈ കേരളത്തിൽ നിന്നും റിലീസാകുന്ന വാർത്തകൾ ഒരു അറബിക് ലാംഗ്വേജ്, അതിൽ യമനിലെ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ നിഷ്പ്രയാസം തർജ്ജിമ ചെയ്ത് കേൾക്കാനുള്ളൊരു സംവിധാനം ഗൂഗിളിനുണ്ട്. ഗൂഗിളിൽ കൂടെ ഏത് ഭാഷയും തർജ്ജിമ ചെയ്ത് കേൾക്കാൻ പറ്റും. അത് നമ്മുടെ ആൾക്കാർ അത് വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ നിമിഷപ്രിയയ്ക്ക് ആരെങ്കിലും ഒരു മാപ്പ് കൊടുക്കാൻ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മാപ്പ് കൊടുക്കാൻ അവർ ചിന്തിക്കുന്നെങ്കിൽ ഈ കേരളത്തിൽ നിന്നും വരുന്ന വാർത്തകൾ അവർക്ക് കേൾക്കാൻ സാധിച്ചാൽ അവർക്ക് മാപ്പ് ലഭിക്കില്ല. കാരണം കേരളത്തിൽ നിന്ന് തന്നെ അവരുടെ മോചനത്തിന് എഗൻസ്റ്റായിട്ടുള്ള വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത്. അതൊരിക്കലും മരണപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല. അവരൊരു വശത്ത് വല്ല ഗുരുക്കന്മാരോ മതപണ്ഡിതന്മാരോ അവരുടെ ഫോഴ്സ് കൊണ്ട് അവർ ഓക്കെ എന്ന് പറയുമ്പോൾ, അവർ ചെയ്യാം മാപ്പ് കൊടുക്കാമെന്ന് പറയുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ഇതേ കേരളത്തിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന വാർത്തകൾ അത് നേരെ വിപരീതപരമായിട്ടാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റുക. സോ വാർത്തകൾ കൊടുക്കുന്നവരൊന്ന് ചിന്തിക്കാതെ സത്യമായിരിക്കണം. സത്യമല്ലാത്തതിനെ വളച്ചൊടിച്ച് വാർത്തകൾ കൊടുത്താൽ നിങ്ങൾക്കൊന്നും നേടാൻ പോണില്ല, യാതൊരു ഗുണവുമില്ല. സോ വാർത്തകൾ ചെയ്യുന്നവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ വാർത്തകൾ കൊടുത്തുള്ളൂ, പക്ഷെ അത് വ്യക്തത ഉണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം. സത്യമല്ലാത്ത കാര്യങ്ങൾ അത് വാർത്തകളാക്കി പ്രചരിപ്പിക്കാതിരിക്കുക. കഷ്ടമാണ്. നിങ്ങൾ മൂലം ഒരു നിരപരാധിക്ക് തൂക്കുകയറി കിട്ടുന്നെങ്കിൽ നിങ്ങൾ മൂലമാണെങ്കിൽ നാളെ നിങ്ങൾക്കും നിങ്ങളുടെ പരിവാരങ്ങൾക്കും ആ ശിക്ഷ ഏൽക്കേണ്ടി വരും. ശിക്ഷ പ്രത്യക്ഷത്തിലല്ലെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ശിക്ഷ ഈശ്വരൻ മൂലം തന്നെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് അറിയുന്ന സത്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ആരെങ്കിലും ആരുടെയെങ്കിലും മോചനത്തിൽ, അത് നിമിഷപ്രിയോ ഹൂവർ ഇറ്റ് മേ ബി, എവിടെയാണെങ്കിലും മോചനത്തിനായി ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക. ശരിയും തെറ്റും എന്താണെന്ന് അതിൽ പെട്ടവർക്കറിയാൻ പറ്റും, നമുക്കറിയില്ല. സോ കഴിയുന്നതും ആൾക്കാർ ഈ നിമിഷപ്രിയയെക്കുറിച്ചിട്ടുള്ള നല്ലതായും ചീത്തയാലും കമൻസുകൾക്ക് ഒരു പുഷ്ടാപ്പ് കൊടുക്കുക. നല്ല കാര്യങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. കേരളത്തിൽ നിന്ന് മോശമായ കമൻസുകൾ കഴിയുന്നതും റിലീസ് ചെയ്യാതിരിക്കുക. നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പശ്ചാത്തപിക്കുന്നെങ്കിൽ അവർക്ക് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നെങ്കിൽ ആയിക്കോട്ടെ. ഇനി അവർ ശിക്ഷയിൽ നിന്ന് ഒഴിവായാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മാനസികമായുള്ള ഒരു ശിക്ഷ അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. അതുകൊണ്ട് നമ്മളായിട്ട് എന്തെങ്കിലും കമൻസ് ഇട്ട് ഒരു മോശമായ സിറ്റുവേഷൻ സൃഷ്ടിക്കാതിരിക്കുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.